പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം സുഭാഷിതങ്ങൾ 3-ാം അധ്യായം. കർത്താവിനോട് വിശ്വസ്തത. മകനെ, എൻ്റെ ഉപദേശം വിസ്മരിക്കരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായി ഐശ്വര്യവും നൽകും. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സത്കീർത്തിയും നേടും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക. അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും. കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധ്യാനപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞ് കവിയുകയും ചെയ്യും. കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്. അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയുമരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ സ്നേഹിക്കുന്നു. ഇതിനകത്ത് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യം, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ച് തരും. അതുപോലെ തന്നെ വീണ്ടും പറയുന്നു, കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുക. കരുണ, മറ്റുള്ളവരോട് കരുണയുള്ളവനായിരിക്കുക. അതുപോലെ കർത്താവിനോട് വിശ്വസ്തതയുമുള്ളവനായിരിക്കുക. മനസ്സിൽ കരുണ സൂക്ഷിക്കുക. അതേസമയം കർത്താവിനോട് പൂർണ്ണ വിശ്വസ്തതയോടെ വർത്തിക്കുക. അതുപോലെ തന്നെ വീണ്ടും പറയുന്നു, നിന്റെ ബുദ്ധിയിൽ മാത്രം നീ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ കാര്യങ്ങളും ദൈവ വിചാരത്തോടെ ആയിരിക്കട്ടെ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ക്രിസ്തു നമ്മളെ നയിക്കും. ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ വലിയ വലിയ പദ്ധതിയൊക്കെ ഇടും, പക്ഷേ ഒന്നും സംഭവിക്കുകയില്ല. അത് നമ്മുടെ ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ച് പദ്ധതികളൊക്കെ ഇട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ പലപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിത്തീരും. അതേസമയം എല്ലാം കർത്താവിൽ അർപ്പിച്ച്
ആ ഒരു കൺട്രോൾ, ജീവിതത്തിൻ്റെ ആ ഒരു കൺട്രോൾ കർത്താവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നല്ലതായിട്ടുള്ളതൊക്കെ വളരെ അനായാസകരമായി സംഭവിക്കുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. ഇപ്പം 2 ദിവസം മുമ്പാണ് എൻ്റെ സുഹൃത്തും അയൽവാസിയുമൊക്കെയായ ഒരാൾ, ഇപ്പം ഞാനൊരു ദീർഘദൂര യാത്ര പോവുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് പുള്ളീനെ വിളിക്കാറുണ്ട്. അതായത് എന്നെ ഒന്ന് എയർപോർട്ട് വരെ എൻ്റെ കൂടെ വരാമോ? മെയിനായിട്ട് അതിൻ്റെ ഉദ്ദേശം 2 കാര്യങ്ങളാണ്. ഒന്ന്, ടാക്സി ഫെയർ ഇത്തിരി ഇവിടുന്ന് 10-750 രൂപ കൊടുക്കണം എയർപോർട്ടിലേക്ക് ടാക്സി. അപ്പോൾ അത് നമുക്ക് കുറച്ച് സേവ് ചെയ്യാം. അതിനേക്കാൾ വലുത്, ഞങ്ങൾ കാറിലിരുന്ന് ഒരു 1/4 മണിക്കൂർ നന്നായിട്ട് സംസാരിക്കാനായിട്ട് ഒരു സമയം കിട്ടും, തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ്. അപ്പോൾ ഫ്രീ ആണോന്ന് ചെക്ക് ചെയ്തു. സുഹൃത്ത് പറഞ്ഞു വരാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം പെട്ടെന്ന് എയർപോർട്ട് എത്തി. അപ്പോൾ ഈ സുഹൃത്ത് എന്നോട് പറയാണ്, നമുക്കൊന്ന് ചേട്ടാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങൾ ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു ത്രിത്വസ്തുതിയും ആ കാറിലിരുന്ന് ഒന്ന് ചൊല്ലി. ആകെ 5 മിനിറ്റാണ് എൻ്റെ അടുത്തത്. ആ യാത്ര എത്ര നല്ല ആസ്വാദ്യകരമായിരുന്നു ആ യാത്ര. യാതൊരു തലവേദനകളുമില്ല. എല്ലാം വളരെ ഭംഗിയായി, നല്ല സന്തോഷത്തോടെ പോയ കാര്യങ്ങളൊക്കെ നടന്ന് വളരെ ഈസി ആയിട്ട് തിരിച്ചു വരികയാണ്. അപ്പം അതുപോലെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ചിലപ്പോൾ പബ്ലിക് പ്ലേസിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, ക്യാൻറ്റീനിലും കാഫ്റ്റീരിയയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ആ ഭക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് 1 മിനിറ്റ് കർത്താവിന് നന്ദി പറയുക. ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കാണുന്നുണ്ടല്ലോ, അതും ഒരു സുവിശേഷ പ്രസംഗമല്ലേ? പ്രസംഗിക്കാതെ പ്രസംഗിക്കുന്ന സുവിശേഷം. ഭക്ഷണത്തിന് മുമ്പിലിരുന്നിട്ട് ഒരു നന്ദി, കർത്താവേ നന്ദി, ഭക്ഷണം തന്നതിനും നന്ദി, ഭക്ഷിക്കാനുള്ള കഴിവുള്ളതിനും നന്ദി ദൈവമേ. അപ്പം എല്ലാം കരുണയോടെയും വിശ്വസ്തയോടെയും ദൈവവുമായി കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ അണുവിട വിടാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. എല്ലാം നമ്മുടെ നന്മയ്ക്കായി പരിണമിക്കും. ഇതൊന്നുമല്ല, വേറെ ഒത്തിരി എക്സാമ്പിൾസ് പറയാനുണ്ട്. ദൈവത്തിനടുത്ത് നമ്മൾ പലപ്പോഴും പ്രോബ്ലമാണ് പറയുന്നത്. സൊല്യൂഷൻ പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി അനുസരിച്ചിട്ടാണ് സൊല്യൂഷൻ പറയുന്നത്. ഇതാണ് പ്രോബ്ലം കർത്താവ്. ഇനി അങ്ങ് എനിക്കിത് നടത്തി തരണം, ഇത് സോൾവ് ചെയ്ത് തരണം. എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഈ ദൈവവുമായുള്ളൊരു ബന്ധത്തിൽ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് നമ്മൾ ദൈവവുമായി അലിഞ്ഞു ചേർന്ന് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ കർത്താവിന് വിട്ടുകൊടുത്ത് പിതാവെ അങ്ങ് നയിച്ചാലും എന്ന് ആ കൺട്രോൾ അങ്ങോട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് നമ്മൾ ജീവിക്കുവാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ആനന്ദകരമായിരിക്കും നമ്മുടെ ജീവിതം. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അൺനെസറിലി ആൾക്കാർ പറയുക ഈ ദൈവത്തിൻ്റെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്രാവശ്യം യാത്രയിൽ ഞാൻ എൻ്റെ കുറേ റിലേറ്റീവ്സിനെ ഒരുമിച്ച് വളരെ കാലത്തിന് ശേഷമാണ് കണ്ടത്. മദ്യപിക്കാനൊക്കെയുള്ള ഒത്തിരി ക്ഷണം ഉണ്ടായിരുന്നു. വരും, നമുക്ക് ഈ റൂമിലിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളതേ പോവുകയാണ് മദ്യപിക്കാൻ. ഞാൻ വരുന്നില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്.
ഞാനൊരു സാക്രിഫൈസ് ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു ത്യാഗവും ചെയ്യുന്നില്ല. വരുന്നില്ല എന്ന് പറയുന്നു ബലം പിടിച്ചിട്ടൊന്നുമല്ല പറയുന്നത്. ഞാൻ വരുന്നില്ല. ഐ ആം വെരി ഹാപ്പി വിത്തൗട്ട് ഇറ്റ്. അപ്പൊ ഇതൊന്നും ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ, വേറെ ഒന്നും ആ നിധിയോളം വരുന്നില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാകും. പിന്നെ ആ ആ നിധിക്ക് വേണ്ടി, ആ നിധിയെ സംരക്ഷിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നോ പറയാൻ നമ്മൾക്ക് നമ്മൾ സന്തോഷത്തോടെ നോ പറയും. അതേസമയം ഇങ്ങനെയൊക്കെ അല്പം മദ്യം കഴിക്കുന്നവരോടൊക്കെ നമുക്ക് യാതൊരു വിരോധവുമില്ല. അവരും നമ്മൾ ലേബൽ ചെയ്യുന്നില്ല. അവരെയൊക്കെ നമുക്ക് സന്തോഷമാണ്. അവർക്ക് കഴിക്കണമെന്ന് തോന്നി അവർ കഴിക്കുന്നു. നമുക്ക് കഴിക്കേണ്ടെന്ന് തോന്നുന്നു, നമ്മൾ കഴിക്കുന്നില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ ലഹരിയിലാണ്. ക്രിസ്തുവാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ തരുന്ന നുകം ലളിതമാണ്. ഈ ലോകം തരുന്ന നുഖത്തിൻ്റെ അത്രയ്ക്ക് വെയിറ്റൊന്നും ഇതിനില്ല. 100%. ഇറ്റ് ഈസ് വെരി വെരി ഈസി ഇഫ് യു ആർ ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ് സിൻസിയർലി. ലൈഫ് ബിക്കംസ് മച്ച് ഈസിയർ. ഈ ഒരു തിരിച്ചറിവിലേക്ക് പൂർണ്ണമായി ക്രിസ്തുവിനെ ആശ്രയിച്ച് ക്രിസ്തുവിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു വിളി ആത്മാർത്ഥമായി ഏറ്റെടുക്കുവാനും അതിൻ്റെ സത്ത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൗന്ദര്യവും സൗരഭ്യവും ആസ്വദിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കർത്താവിന് വിട്ടുകൊടുക്കുവാനുള്ള വിവേകത്തിനുമായി, ഒരു ടോട്ടൽ സറണ്ടറിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളുടെ ജീവിതം കൂടുതൽ സമാധാനപൂർണവും ഐശ്വര്യപൂർണവുമായി മാറട്ടെ. ലോകത്തിലെ ഒരു നാരകീയ ശക്തികൾക്കും ഞങ്ങളെ അങ്ങയിൽ നിന്ന് അകറ്റാൻ സാധിക്കാതിരിക്കട്ടെ. ഈ ഒരു കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.